എന്താണ് വിശേഷങ്ങളൊക്കെ? Please don't push, guys. Let's go. Anika, you look Salman chair on. Please be. Media and press partners either sides making. Cast team meets ന് വേണ്ടിയിട്ടാണ് അല്ലേ? So when we talk about election at all, yes, a national. Yes, so ഇത്രയും വർഷങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീൻ ബാബാബ തുടങ്ങിയ മൂവീസിനെല്ലാം ഗോകുലം Enrico Abum, here we go. இந்த பையனும் இந்த பொண்ணும் லவ் பண்றாங்க. அப்போ இந்த பையன் யாரு? பிரபு. நீ ஏதோ சமையல்காரன் ஆகணும்னு சொன்னது. Young talent who is actually grown up in front of us. Alan, that should be how I could rightly say, because കഥ തുടരുന്നു എന്നുള്ള മൂവിയിൽ ഒരു ചെറിയ ബേബി ആയിട്ട് സിനിമയിൽ അരങ്ങേറി, and today she is going to do her breakthrough into the Tamil film industry as a heroine, and which is none other than Anika Surendran. Yes, so Anika, you are just talent and elegance combined. So how was your long journey working with this film as well as നമ്മുടെ എന്താ പറയുക colleagues or let's say friends, അല്ലെ, moreover as Pavish rightly said. So how was the whole experience? എല്ലാവർക്കും നമസ്കാരം. സോറി ലേറ്റായി വന്നതിൽ ഫ്ലൈറ്റ് ഇത്തിരി ഡിലേ ആയി ആൻഡ് എല്ലാവരും കൊണ്ട് ഇച്ചിരി ലേറ്റായി. സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് പ്രസ് ആൻഡ് മീഡിയ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിൽ. ആൻഡ് തനുഷ് സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് കിട്ടിയതിൽ എനിക്ക് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. പ്ലസ് മൈ വണ്ടർഫുൾ കാസ്റ്റ് ഇസ് ഓൾസോ ഹിയർ. എല്ലാവരും കൊച്ചിയിലെത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എൻ്റെ നാടായതുകൊണ്ട്. ബട്ട് യാ, ഓവറോൾ ബിഗ് താങ്ക് യു. സിനിമ 21 വരെയാണ്. എല്ലാവരും പോയി കാണണം. എൻ്റെ തമിഴിലുള്ള ഫസ്റ്റ് ലീഡ് ഫിലിമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. Thank you so much, Anika. So before you step down, let me ask one thing. നമ്മുടെ ഒരു മലയാളി കൊളീഗ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ in a different film industry, in a Tamil film industry, especially Matthew Zone was there and Priya and Priya, even though she's not joined us today, but how was your whole experience? ഒരു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ അവരുടെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മെയിൻലി ഉള്ളൊരു ഡിഫറൻസ് കണ്ടത്, ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ എനിക്ക് ഡയലോഗ് പറയുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും. പക്ഷെ ഇതിൽ ഡയലോഗ് തെറ്റിക്കാൻ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു. തമിഴ് ഇത്തിരി മോശമായിട്ട് പറയാൻ മാത്യു മെയിൻലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ആൻഡ് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പകുതി കാസ്റ്റ് മലയാളിയാണ്, ലിറ്ററലി ഈക്വൽ കാസ്റ്റ് മലയാളിയാണ്. 4 പേര് മലയാളീസും 4 പേര് തമിഴ്. സോ ഒരു സൂപ്പർ ഫൺ. Thank you so much. Thank you so much, Anika. Yes. Thank you. Thanks a lot. ഇതും കൂടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതും ഈക്വലി അത്രയും ഫണ്ണും ഭയങ്കര രസമായിരുന്നു ഷൂട്ടും പ്രോസസ്സും എല്ലാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. Thank you so much, Matthew. So നമ്മുടെ സെറ്റിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്, ഐ നോ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ ബിക്കോസ് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, ഓൾമോസ്റ്റ് സിമിലർ ഏജിലുള്ളവരാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടോ? ലൈക്ക് ടു സേ ഫണ്ണി ഇൻസിഡൻറ്റ് ഓർ ദി മോസ്റ്റ് മെമ്മറബിൾ തിങ്, അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഓർമ്മയുണ്ടോ? ഓർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ടുഗെദർ ഓൾസോ, ദാറ്റ്സ് ഫൈൻ. ഇല്ല, എല്ലാം ഭയങ്കര രസമായിരുന്നു. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇല്ല. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഷൂട്ട് ഡേയ്സ് കുറവായിരുന്നു, ഒരു 40 മൊത്തം ഷൂട്ട് ഡേയ്സ് അത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഒരു
ഇത്തിരി സമയമെടുത്ത് ഷൂട്ട് ചെയ്ത്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. പക്ഷെ ഭയങ്കര രസം, നമ്മൾ ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തും എല്ലാവരും ഒരുമിച്ച് പുറത്തൊക്കെ പോകും. ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു. Thank you so much. Thank you so much. Working in this film, directed by Dhanush sir. So as you mentioned, I'm a dancer, and sir spotted me, after watching my dance, and he wanted to